ദൈവമായ കർത്താവ് ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തെ നീട്ടിത്തന്നിരിക്കുകയാണ്. അവിടുന്ന് ചൊരിഞ്ഞ നന്മകളെ, അനുഗ്രഹങ്ങളെ ഓർത്ത് അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന ഒരു മകനാണോ, മകളാണോ? ദൈവകരങ്ങളില് മാറ്റമില്ലാത്ത, ഞാൻ പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞവൻ, അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. 10-ാം സങ്കീർത്തനം 14-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും, അങ്ങ് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായകൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ദൈവമക്കളെ, നമ്മുടെ കഷ്ടങ്ങളും ക്ലേശങ്ങളും നഷ്ടങ്ങളും വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാം കാണുന്നവൻ, അവിടുന്ന് ഏറ്റെടുക്കുന്നവൻ, നമ്മളെ തന്നെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുമ്പോൾ, അനാഥത്വം ഏറ്റുവാങ്ങുന്ന ചുറ്റുപാട് നമുക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, പറയുമ്പോൾ, ആരുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിന്നെ ഏറ്റെടുക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. തിരുവചനം നമ്മളെ അത് പഠിപ്പിക്കുകയാണ്. 1 പത്രോസ് എഴുതിയ ലേഖനത്തിൽ 4:12-13 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമക്കളെ, നിങ്ങളെ പരിശോധിക്കുന്നതിനായിട്ട് അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. കാരണം ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക. ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഏറ്റുവാങ്ങിയ പീഡകൾ, പക്ഷേ ആ പീഡകൾക്കും അപ്പുറം, മരണത്തിനും അപ്പുറം ഒരു ഉദ്ധാനമുണ്ട്. ഇതും കടന്നു പോകുന്നതാണ്. നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ എല്ലാ വേദനകള്, നമ്മുടെ എല്ലാ ദുഃഖങ്ങള്, നമ്മുടെ എല്ലാ ഭാരങ്ങള് ഏറ്റുവാങ്ങുവാൻ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ തനിയെ വിടുന്നവനല്ല, മറിച്ച് നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് റോമക്കർക്ക് ലേഖനം 5:4 പറയുന്നുണ്ട്, കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശ. ഈ പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശരാക്കുന്നില്ല. പൗലോസ്ലീഹായുടെ വാഗ്ദാനം, ആ വാക്കുകൾ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. വിശ്വസിക്കാൻ മക്കളെ, പരിശുദ്ധ അമ്മ വഴി, തൃത്വ കൂട്ടായ്മ വഴി, തിരുക്കുടുംബം വഴി, സകല വിശുദ്ധരോട് ചേർന്ന്, കാവൽ മാലാഖമാരോട് ചേർന്ന് വചനത്തിന്റെ കോട്ട കെട്ടി യേശുനാമത്തിന്റെ ശക്തി, വിശുദ്ധ സംരക്ഷണം, തിരുരത്തിന് സംരക്ഷണം നമ്മെ, നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ചുറ്റുപാടും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.